എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ദമ്പതികൾ ഒരുമിച്ച് ഒരു കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ അതിനെന്തെങ്കിലും പ്രത്യേക ശക്തിയുണ്ടോ എന്ന്? ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സങ്കൽപ് സേ സിദ്ധി, അതായത് ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ എങ്ങനെ വിജയം നേടാം എന്നതിനെക്കുറിച്ച്. അപ്പൊ ശരിക്കും അങ്ങനെയാണോ? ഒരാളുടെ ദൃഢനിശ്ചയത്തേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണോ രണ്ടുപേർ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ? നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ഒരാളുടെ മാത്രം ഇച്ഛാശക്തി എന്നത് ഒരു സാധാരണ ഇലക്ട്രിക് കറണ്ട് പോലെയാണ്. എന്നാൽ ഒരു ദമ്പതികൾ ഒരുമിച്ച് ഒരേയൊരു സങ്കല്പമെടുക്കുമ്പോഴോ അത് ഭയങ്കരമായി ഫോക്കസ് ചെയ്ത ശക്തമായ ഒരു ആത്മീയ ലേസർ ബീം പോലെയായി മാറുന്നു. അതിന്റെ ശക്തി അനേകം മടങ്ങ് വർദ്ധിക്കും. ഇതുകൊണ്ടാണ് പണ്ടുമുതലേ നമ്മുടെ പല ആചാരങ്ങളിലും പൂജകളിലും യജ്ഞങ്ങളിലുമൊക്കെ ദമ്പതികൾ ഒരുമിച്ചിരിക്കണം എന്ന് പറയുന്നത്. അവർ ഒരുമിച്ച് സൃഷ്ടിക്കുന്ന ആ ഒരു സംയുക്ത ഊർജം, അഥവാ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്ന് പറയാം, അത് ഒരാളുടെ മാത്രം ശക്തിയേക്കാൾ എത്രയോ വലുതാണ്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഈ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ശക്തിക്ക് പിന്നിലുള്ള ആത്മീയ തത്വം എന്താണെന്ന് നമുക്കിനി ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈയൊരു വാചകം കേൾക്കുമ്പോൾ നമ്മുടെ വീടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുമല്ലേ? വീട് വെറുമൊരു കെട്ടിടമല്ല, അതൊരു പവർ ഹൗസാണ്. വലിയൊരു ഊർജ്ജസാധ്യത ഒളിഞ്ഞിരിക്കുന്ന ഒരിടം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണെന്ന് വെക്കുക. ചിലപ്പോൾ അത് ദേഷ്യം കുറയ്ക്കാനോ അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാനോ ഉള്ളൊരു ശീലമായിരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങളുടെ രണ്ടുപേരുടെയും ഓറ, അതായത് ഊർജ്ജവലയം, ഒന്നിച്ചു ചേർന്ന് ഒരു ശക്തമായ കോട്ട പോലെയാകും. പരാജയത്തിന് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരു സംരക്ഷണ വലയം. പക്ഷേ ഇതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഐക്യത്തോടെ പ്രപഞ്ചം തന്നെ പ്രതികരിക്കാൻ തുടങ്ങും. പ്രപഞ്ചത്തിലെ ചില അദൃശ്യ ശക്തികൾ അഥവാ സിദ്ധികൾ നിങ്ങളുടെ സഹായത്തിനെത്താൻ വേണ്ടി ആക്റ്റീവാകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഐക്യത്തിനു വേണ്ടി അവ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശക്തമാകുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് നോക്കണ്ടേ? വളരെ സിമ്പിളായിട്ടുള്ള പക്ഷെ ഭയങ്കര പവർഫുള്ളായൊരു ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പ്രോസസ്സിനെ വെറുമൊരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇതൊരു തരം സ്പിരിച്വൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആത്മീയ നിയമങ്ങളെ കൃത്യമായി ബോധപൂർവം ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ റെഡിയല്ലേ? 4 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമതായി, മുഖാമുഖമിരുന്ന് കൈകൾ കോർത്തുപിടിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി സർക്യൂട്ട് പൂർത്തിയാകും. രണ്ടാമത്, കണ്ണുകളടച്ച് ഒരുമിച്ച് ഒരേ താളത്തിൽ ശ്വാസമെടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ഒരു സ്വർണ്ണപ്രകാശം ഒഴുകുന്നതായി സങ്കല്പിക്കുക. ഇനി അവസാനമായി, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞതുപോലെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുക. ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ഞങ്ങളുടെ വീട് ആരോഗ്യവും സമാധാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതുപോലെ പോസിറ്റീവായി ഇപ്പോൾ നടക്കുന്നൊരു കാര്യമായി വേണം നിങ്ങളുടെ സങ്കല്പം മനസ്സിൽ കാണാൻ. ഇത്രയും പവർഫുള്ളായ ഒരു കാര്യത്തിന് എത്ര സമയം വേണമെന്നറിയാമോ? വെറും 5 മിനിറ്റ്. അത്രയുള്ളൂ. ഈ പരിശീലനം എത്രത്തോളം എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഓർക്കുക. ഓക്കെ, നമ്മളിന്നീ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ശക്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇത് ശരിയായി ഉപയോഗിച്ചാൽ കിട്ടുന്ന അതിശയകരമായ പ്രതിഫലത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പുണ്ട്. ഈ ഊർജം ഇതൊരിക്കലും സ്വാർത്ഥമായ കാര്യങ്ങൾക്കോ മറ്റൊരാളെ ദ്രോഹിക്കാനോ ഉപയോഗിക്കരുത്. ഒരിക്കലും. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം പരസ്പരം താങ്ങും തണലുമായി ജീവിതത്തിൽ ഒരുമിച്ച് ഉയരങ്ങളിലേക്ക് പോകാനാണ്. ഇത് നിർണായകമാണ്. ഈ ഒരു ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു ദമ്പതികളായിരിക്കില്ല, ഒരു സങ്കല്പയുക്ത ദമ്പതികളായി മാറും. അതായത് ശക്തമായ ഒരുമിച്ചുള്ള ഒരു ദൃഢനിശ്ചയത്താൽ ഒന്നായിത്തീർന്നവർ. ഇതിന്റെ പ്രതിഫലം എന്താണെന്നോ? അത് ശരിക്കും മാന്ത്രികമാണ്. നിങ്ങളൊരു സങ്കല്പയുക്ത ദമ്പതികളായി മാറുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി പ്രപഞ്ചം തന്നെ അതിന്റെ ക്രമീകരണങ്ങൾ മാറ്റാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യത്തെ നിങ്ങൾ തന്നെ മാറ്റിയെഴുതാൻ തുടങ്ങും. ഇതാണ് ആത്യന്തികമായ മാറ്റം. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് വെറുതെ പ്രതികരിച്ച് ജീവിക്കുന്ന, പൊരുതുന്നവരുടെ അവസ്ഥയിൽ നിന്ന് സ്വന്തം ജീവിതം ഒരുമിച്ച് സൃഷ്ടിക്കുന്ന സ്രഷ്ടാക്കളായി നിങ്ങൾ രൂപാന്തരപ്പെടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്. ഈ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ഒരുമിച്ച് എന്ത് പുതിയ ലോകമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുന്നു.